إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. നമ്മുടെ മിമ്പറുകൾ രാഷ്ട്രീയം പറയാനുള്ളതല്ല എന്ന് എനിക്കും നിങ്ങൾക്കും നന്നായിട്ടറിയാം. പക്ഷേ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ നാം ഈ രാജ്യത്ത് വിശ്വാസികളായി മുഅ്മിനുകളായി ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളതാണ് എങ്കിൽ അത് പറയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലവും സമയവും ഇതുതന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ എന്നുള്ളത് നമുക്കൊരു പുതിയ വാർത്തയല്ല. പല ഇലക്ഷനുകളും നമ്മൾ അഭിമുഖീകരിച്ച ആളുകളാണ്. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിനമായ വെള്ളിയാഴ്ച ആയതിൻ്റെ ഒരു പരിഭവം മാത്രമാണ് നാം പല ആളുകളും അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും അറിയാം. യുദ്ധമുഖത്ത് നിസ്കരിക്കാനുള്ള മസ്അല പഠിച്ച വിശ്വാസിക്ക് വെള്ളിയാഴ്ച ഒരു ഇലക്ഷനെ എങ്ങനെ നേരിടണം എന്ന് നന്നായിട്ടറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കണം. ഇതെല്ലാം ഒരു നിമിത്തം മാത്രമാണ്, ഒരു സബബ് മാത്രമാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിലെ നിർണായകമായ പോരാട്ടങ്ങളിലെ വിജയങ്ങൾ പലതും
വെള്ളിയാഴ്ച ദിവസങ്ങളിലായിരുന്നു എന്നുള്ളത് നാം മറക്കരുത്. ബദറിൻ്റെ വിജയവും അതുപോലെ മക്ക ഫതഹും അടക്കമുള്ള പല വിജയങ്ങൾ, അതിന് അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ചയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ചരിത്രങ്ങൾ മുന്നിൽ കാണുമ്പോൾ ഇത് വെള്ളിയാഴ്ചയായത് അതിൽ നാം സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്കുള്ള അഭിപ്രായം. ഏതായാലും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് കൃത്യവും വ്യക്തവുമായ ചില നിലപാടുകൾ അനിവാര്യമാണ്. കഴിഞ്ഞ റമദാനിൽ നമുക്കൊരു നിലപാടുണ്ടായിരുന്നു. അതെന്തായിരുന്നു ആ നിലപാട്? അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ആര് എന്ത് പറഞ്ഞാലും, ആര് എന്തെല്ലാം ഓഫറുകൾ വെച്ചാലും ആ കൽപ്പനയെ ഞാൻ മറികടക്കുകയില്ല എന്നുള്ള ഒരു നിലപാട് നമുക്കുണ്ടായിരുന്നു. ദുനിയാവ് മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരാം, റമദാനിലെ നോമ്പ് നീ ഒന്ന് ഒഴിവാക്കാമോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത ആളുകളാണ് നമ്മൾ. അതാണ് നമ്മുടെ നിലപാട്. അതേപോലെ തന്നെ പല നിലപാടുകളും ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഈ ഭൂമിയിലെ മുഴുവൻ സമ്പത്തും വെച്ചു തരാം, ഒരു ഗ്ലാസ് മദ്യം നിങ്ങൾ കുടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാമോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറയാനുള്ള ആർജവമുള്ള ആളുകളാണ് നമ്മൾ. അതാണ് നമ്മുടെ നിലപാട്. ആ നിലപാടുകൾ നമ്മൾ ഹറാമുകളുടെ വിഷയത്തിലും ഹലാലുകളുടെ വിഷയത്തിലും ഇബാദത്തുകളിലെ പല ഇബാദത്തുകളുടെ കാര്യത്തിലും അത്തരം നിലപാടുകൾ കൈക്കൊണ്ട നമ്മൾ ആ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലി പെരുന്നാളും ആഘോഷിച്ചിരുന്ന് അതിനുശേഷമുള്ള സമയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ നമുക്ക് ഇനി മുമ്പിൽ വരാനിരിക്കുന്ന ഈ വിഷയങ്ങളിലും ചില ഉറച്ച നിലപാടുകൾ ഉണ്ടാകണം, ഉറച്ച തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളണം. രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് ഇവിടെ ഉറച്ച തീരുമാനങ്ങൾ വേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ദീനിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുന്നു എന്നതിൻ്റെ പേരിൽ വ്യക്തിപരമായോ സാമൂഹികമായോ നാം നേരിടേണ്ടുന്ന ഏതൊരു പ്രശ്നത്തെയും വളരെ ക്ഷമയോടെ പക്വതയോടെ ഞാൻ നേരിടും എന്ന ഒരു നിലപാട് നമുക്ക് വേണം. വൈകാരികമായല്ല നാം നേരിടേണ്ടത്, ക്ഷമയോടെയും പക്വതയോടെയായിരിക്കണം ഏതൊരു വിഷയത്തെയും നാം നേരിടേണ്ടത്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പായി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ലസുബ്റുൻ ഫിൽ ഹർബ്, യുദ്ധരണാങ്കണത്തിൽ ഞങ്ങൾ ഏറ്റവും ക്ഷമയുള്ളവരായിരിക്കും. നമ്മൾ വികാരപരമായ എല്ലാ ഒരു വിഷയത്തെയും സമീപിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ലുക്മാൻ മകനോട് കൽപ്പിച്ച കൽപ്പന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുക്മാനിൽ കാണാം. യാ ബുനയ്യ അഖിമിസ്സലാത്ത്, പൊന്നുമോനെ നിസ്കാരം നിലനിർത്തൂ. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യൂ. വസ്ബിർ അലാ മാ അസ്വാബക, നിന്നെ ബാധിക്കുന്ന വിഷയത്തിൽ നീ ക്ഷമ കൈക്കൊള്ളണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊരു ഉറച്ച തീരുമാനമാണ്. ആ തീരുമാനമാണ് നമ്മൾ ഒന്നാമത് കൈക്കൊള്ളേണ്ടത്. ഈ കൂടിയിരിക്കുന്ന വെള്ളിയാഴ്ച ജുമഅക്ക് പങ്കെടുത്ത ആളുകളെ വൈകാരികമായി നിങ്ങളെ ഇളക്കി വിടുന്നതിന് എൻ്റെ ചില വാക്കുകൾ കൊണ്ട് കഴിഞ്ഞേക്കാം ഒരു പക്ഷേ വൈകാരികതയ്ക്കല്ല പ്രാധാന്യം, മറിച്ച് ക്ഷമയോടെ അവധാനതയോടെ നാം കാര്യങ്ങളെ പറ്റി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് നാം സ്വീകരിക്കേണ്ട നിലപാട്.
അതിൽ രണ്ടാമത് നാം സ്വീകരിക്കേണ്ട നിലപാട്, നമ്മെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്തവർക്കെതിരെ എന്ത് വില കൊടുത്തും ഇവിടെ നാം നിലകൊള്ളും എന്നുള്ളതാണ് രണ്ടാമത്തെ നിലപാട്. അതൊരു പ്രകോപനമല്ല. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, നാം എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ, നാം ഏത് ദൈവത്തെ വിളിക്കണമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ, അവരുടെ മുമ്പിൽ അവർക്കെതിരെ നമ്മെ സഹായിക്കുന്നവർ ആരാണോ, നമുക്കൊപ്പം നിൽക്കാൻ തയ്യാറുള്ളവർ ആരാണോ, അവരോടൊപ്പം നമ്മൾ നിലകൊള്ളും. വിശ്വാസപരമല്ലാത്ത ഏതൊരു വിഷയത്തിലും അവരുമായി നമ്മൾ യോജിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതായിരിക്കണം നമ്മുടെ രണ്ടാമത്തെ നിലപാട്. ഇവിടെ ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളതല്ല ചർച്ച. ആരിവിടെ ജയിക്കണം ആര് പരാജയപ്പെടും അത് നമുക്ക് ചർച്ചയേ അല്ല. മറിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ശത്രുക്കൾക്കെതിരെ നാം ആരോടൊപ്പം നിലനിന്നു എന്നതാണ് നമ്മുടെ ചർച്ച. കാരണം അധികാരം കൊടുക്കുന്നവനും എടുക്കുന്നവനും അല്ലാഹുവാണ്, ഞാനും നിങ്ങളും അല്ല. നമ്മൾ ചെയ്യുന്ന വോട്ടോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പോ അല്ല ഇവിടുത്തെ അധികാരം കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നത്. മറിച്ച് അത് അല്ലാഹുവാണ് കൊടുക്കുന്നത്. അല്ലാഹു പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആൻ ആലു ഇമ്രാൻ അധ്യായത്തിൽ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയൂ മാലിക്കുൽ മുൽക്കായ അല്ലാഹുവേ. ഈ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആയത്താണിത്. മാലിക്കുൽ മുൽക്കായ അല്ലാഹുവേ, അതിനർത്ഥം എന്താ? അധികാരികൾക്ക് അധികാരം കൊടുക്കുന്നവനായ അല്ലാഹുവേ. ഇവിടെയുള്ള ഭരണകർത്താക്കളുടെ ഭരണകർത്താവായ അല്ലാഹുവേ. തുഅത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്കാണ് നീ അധികാരം കൊടുക്കുന്നത്. നീയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് അധികാരം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്നും അധികാരം എടുത്തു കളയും. ആർക്ക് കൊടുക്കണം ആർക്ക് എടുക്കണം എന്ന് അവൻ തീരുമാനിക്കും. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം കൊടുക്കും. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ തരം താഴ്ത്തും. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് ഖൈർ. ഖൈർ അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്, അവന്റെ കയ്യിലാണ് ഖൈർ. ഇവൻ ഇവിടെ അധികാരത്തിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ, അതിൽ ഖൈർ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. ഈ ആയത്തിറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ മുഅ്മിനീങ്ങൾ ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യത്തെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യം ഇന്നത്തെ ഇന്ത്യൻ സമകാലിക സാഹചര്യവുമായി ഒരുപാട് ബന്ധങ്ങൾ ഇനി പറയാനിരിക്കുന്ന വിഷയങ്ങൾക്കുണ്ട്. ഒരുപാട് സാമ്യതകൾ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹായ സന്ദർഭത്തിൽ ലമ്മ ഫതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹായ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വഅദ ഉമ്മതഹു മുൽക്കു ഫാരിസ് വറൂം, പേർഷ്യയുടെയും റോമിന്റെയും അധികാരം മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തു. ഇത് കേട്ടപ്പോൾ ഫഖാലൽ മുനാഫിഖൂൻ വൽ യഹൂദ്, മുനാഫിഖുകളും യഹൂദികളും പറഞ്ഞു, ഹൈഹാത്ത ഹൈഹാത്ത മിൻ ഐന ലി മുഹമ്മദ് മലികു ഫാരിസ് വറൂം. എന്തൊരു അഹങ്കാരമാണ് മുഹമ്മദിന്. മക്ക ലഭിച്ചപ്പോഴേക്കും ഇപ്പോ പേർഷ്യയും റോമും വേണം എന്നൊക്കെയാ പറയുന്നത്. അതിന്റെ കാരണം എന്താ? അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികൾ, മുസ്ലിം സമുദായത്തിന് സ്വപ്നം പോലും കഴിയാത്ത തരത്തിലുള്ള ആധിപത്യത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലിരിക്കുന്ന ആളുകൾ അത് അവരായിരുന്നു. അത് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് കിട്ടും എന്നാണോ പറയുന്നത്? അത്രയും പ്രതാപശാലികളായ ആളുകൾ. അലം യക്ഫി മുഹമ്മദൻ മക്ക വൽ മദീന, മുഹമ്മദിന് മക്കയും മദീനയും പോരെ, ഇനിയിപ്പോ അതിന്റെ അപ്പുറത്തേക്കോ? ഇതൊക്കെ അഹങ്കാരമാണ് എന്ന വർത്തമാനം പറഞ്ഞു. ആ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. അധികാരം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, അധികാരം എടുക്കുന്നവനും അല്ലാഹുവാണ്. യർമൂക്ക് യുദ്ധത്തിലൂടെ മുസ്ലിമീങ്ങളുടെ അതീശാധിപത്യത്തിലേക്ക് ഈ രാജ്യങ്ങൾ വന്നു എന്നുള്ളത് മറ്റൊരു ചരിത്രം.
അവിടെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന റോമും പേർഷ്യയും നാം ഒന്നെടുക്കേണ്ടത്. റോമും പേർഷ്യയും അവരുടെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഒരു നിലപാടുണ്ടായിരുന്നു, ഒരു ഉറച്ച നിലപാട്. ഈ രണ്ട് രാജ്യങ്ങൾ മുസ്ലിമീങ്ങളുടേതല്ല, മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടതേ അല്ല. പക്ഷേ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിച്ച മക്ക കാലഘട്ടം, പരീക്ഷണങ്ങളുടെ ഏറ്റവും മുൾമുനയിൽ നിന്ന കാലഘട്ടം, മക്കയിലെ മുശ്രിക്കുകൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയ കാലഘട്ടത്തിൽ പേർഷ്യയും റോമും തമ്മിൽ നടന്നൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ റോം പക്ഷത്താണ് കൂടിയത്. നാം ഏത് പക്ഷത്ത് നിൽക്കണമെന്നതാണ് നമ്മുടെ നിലപാട്. അത് ഇന്നത്തെ ഈ മിമ്പറിൽ പുതിയതായി ഉണ്ടാക്കിയ ഒരു വിഷയമല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അത് കൃത്യമായി നമുക്ക് തീരുമാനമെടുത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് അന്ന് റോമിന്റെ പക്ഷക്കാരായിരുന്നു. ഹദീസുകൾ വായിക്കുമ്പോൾ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൽ മുശ്രികൂന യുഹിബ്ബൂന അൻ യദ്ഹറ അഹ്ല ഫാരിസ് അല റൂം ലിഅന്നഹും വഇയ്യാഹും അഹ്ലു ഔസാൻ. പേർഷ്യക്ക് റോമിന്റെ മേൽ ആധിപത്യം ഉണ്ടാകണം എന്ന് മുശ്രിക്കുകൾ ആഗ്രഹിച്ചു, മക്കയിലെ മുശ്രിക്കുകൾ. കാരണം ഈ പേർഷ്യക്കാര് അഹ്ലുൽ ഔസാനാണ്, ബിംബാരാധകരായിരുന്നു. എന്നാൽ വക്കാനൽ മുസ്ലിമൂന യുഹിബ്ബൂന അൻ തദ്ഹറ റൂം അലാ ഫാരിസ് ലിഅന്നഹും അഹ്ലുൽ കിതാബ്. മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചത് റോമിനാണ് വിജയം വേണ്ടത്, കാരണം അവർ അഹ്ലി കിതാബികളാണ്. മുസ്ലിമീങ്ങളുമായി വിശ്വാസപരമായിട്ട് അവരെ എതിർക്കാത്ത, അവരുമായി സഹകരിച്ചു പോകാൻ താല്പര്യമുള്ള ആളുകളാണ്. അതാണ് ഞാൻ ഈ ഖുതുബയുടെ ആരംഭത്തിൽ പറഞ്ഞത്. വിശ്വാസപരമായി നമ്മളോട് സഹകരിക്കാൻ തയ്യാറുള്ള, നമ്മളെ ഉപദ്രവിക്കാത്ത, നമ്മളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാത്തവരുമായി നമുക്ക് രമ്യതയിൽ എത്തേണ്ടതുണ്ട്. അതായിരിക്കണം നമ്മുടെ നിലപാട്. പക്ഷേ എന്ത് വേണം, മുസ്ലിമീങ്ങൾ പിന്തുണച്ച റോം ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വിജയവും പരാജയവുമല്ല ചർച്ച. നാം ഒരു വിഷയത്തിൽ ഏത് നിലപാട് കൈക്കൊണ്ടു എന്നുള്ളതാണ്. മുസ്ലിമീങ്ങൾ പിന്തുണച്ച റോം പരാജയപ്പെട്ടു. റോം പരാജയപ്പെട്ടപ്പോൾ മുശ്രിക്കുകൾക്ക് ആഹ്ലാദമായി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് ഇതിന് ഏറെ സാമ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാ. മുശ്രിക്കുകൾ ഏറെ ആഹ്ലാദത്തിലായി. മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള അക്രമത്തിന്റെ ശക്തി കൂടി. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ അർ-റൂം എന്ന പേരിൽ ഒരു അധ്യായം ഇറങ്ങുന്നത്. ആ അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, ഗുലിബത്തിർ റൂം, റോം പരാജയപ്പെട്ടു. റോം പരാജയപ്പെട്ടു. മുസ്ലിമീങ്ങൾ കക്ഷി ചേർന്ന വിഭാഗമാണ്. സൈനികമായിട്ടല്ലെങ്കിലും മാനസികമായി കക്ഷി ചേർന്ന ആളുകളാണ്. പക്ഷെ അത് പരാജയപ്പെട്ടു. എങ്കിൽ ആ പരാജയത്തെ നിങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഈ അടുത്ത ഭൂമിയുടെ പരിസരത്ത്, അതല്ലെങ്കിൽ ഭൂമിയുടെ താഴെ പ്രദേശത്ത് ഈ പരാജയത്തിന് ശേഷം റോമിനൊരു വിജയമുണ്ടാകും. ഫീ ബിളഇ സിനീൻ, കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു, അധികാരത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്, മുമ്പും പിമ്പും. ഇനി വരാനിരിക്കുന്നവൻ ആരായിരിക്കണമെന്നും കഴിഞ്ഞു പോയിരിക്കുന്നവൻ ആരായിരുന്നു എന്നും തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ മുഅ്മിനീങ്ങൾ, അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. മുഅ്മിനീങ്ങൾ വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് സന്തോഷമുണ്ടാകും. റോമിന്റെ വിജയത്തിൽ മുഅ്മിനീങ്ങൾക്ക് സന്തോഷമുണ്ടാകും. യൻസുറു മൻ യശാഹു വഹുവൽ അസീസുർ റഹീം, അവൻ ഉദ്ദേശിക്കുന്നവനെ അവൻ സഹായിക്കും, അവൻ പ്രതാപശാലിയും കരുണാമയനുമാണ്. ഈ ആയത്ത് നമ്മുടെ ഖൽബിൽ തരുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, ഇല്ലേ? ഒരു സമാധാനമില്ലേ? ഒരു പ്രതീക്ഷയില്ലേ ഈ ആയത്തിൽ? എന്നാൽ കേൾക്കുക, നിരവധി അത്ഭുതങ്ങളാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നിരവധി പാഠങ്ങളെന്നല്ല ഞാൻ പറഞ്ഞത്, നിരവധി അത്ഭുതങ്ങൾ. അതിൽ ഒന്നാമത്തെ അത്ഭുതം, ഭീകരമായ തകർച്ച നേരിട്ട റോമിന്റെ അധപ്പതനം അല്ലാഹു വളരെ നിസ്സാരമായി കാണിച്ചു. റോം മൊത്തം തകർന്നുപോയി. പക്ഷേ ആ തകർച്ചയെ അല്ലാഹു വലിപ്പം കാണിച്ചില്ല.
അള്ളാഹു പറഞ്ഞു വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഈ പരാജയത്തിന് ശേഷം ഇവർ അതിജയിച്ചു വരും. ഇതൊരു പരാജയമായി കണക്കാക്കണ്ട. അതാണ് ഒന്നാമത് പറഞ്ഞ അത്ഭുതം. രണ്ടാമത് പറഞ്ഞതോ, എല്ലാ അർത്ഥത്തിലും തകർന്ന റോം തിരിച്ചു വരുമെന്ന് ഖുർആൻ പ്രവചിച്ചു. ഒരർത്ഥത്തിലും തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. 100% തകർന്നു എന്ന് പറയാം. ആ റോം തിരിച്ചു വരുമെന്ന് ഖുർആൻ പ്രവചിച്ചു. മൂന്നാമത്തെ അത്ഭുതം, ഈ തിരിച്ചു വരുമ്പോൾ നടക്കുന്ന യുദ്ധം എവിടെ വെച്ചായിരിക്കുമെന്ന് ഖുർആൻ പ്രവചിച്ചു. ഫീ അദ്നൽ അർള്. അദ്നൽ അർള് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് അടുത്ത പ്രദേശം എന്നർത്ഥമുണ്ട്. രണ്ട് ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാ? അത് ചാവു തടാകം സ്ഥിതി കൊള്ളുന്ന പ്രദേശമാണ്. ഭൂമിയിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് 423 മീറ്റർ താഴെയാണ് ചാവു തടാകം സ്ഥിതി കൊള്ളുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഹാദിഹിൽ മഅരികതു വഖഅതു ഫിൽ ഉർദുൻ വ ഫിലസ്തീൻ. ഈ സംഭവം, അതായത് റോമിന്റെ വിജയം, ആ യുദ്ധം നടന്നത് പലസ്തീന്റെയും ജോർദാന്റെയും പ്രദേശത്താണ്. ഈ വിഷയത്തിൽ ഖാലൽ ഉലമാഉ, ഉലമാക്കൾ പറയുന്നു, ഇന്നൽ മഖ്സൂദ, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഅദ്ന മക്കാന അലാ മുസ്തവി സത്രിൽ ബഹരി വഹുവ ബഹ്റുൽ മൈത്, സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം, അതായത് ചാവു തടാകം സ്ഥിതി കൊള്ളുന്ന പ്രദേശം. അവിടെ വെച്ചാണ് റോം പേർഷ്യയുമായി നടന്ന മറ്റൊരു യുദ്ധത്തിൽ പേർഷ്യയെ പരാജയപ്പെടുത്തുന്നത്. അതൊരത്ഭുതമല്ലേ? നാലാമത് ഖുർആൻ പറഞ്ഞ ഈ ആയത്തിലെ അത്ഭുതം വർഷങ്ങളുടെ എണ്ണമാണ്. ഫീ ബിൽഇ സിനീൻ. ഫീ ബിൽഇ സിനീൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ, അറബികൾ പൊതുവെ ബിൽഇ എന്ന പദം ഉപയോഗിക്കുന്നത് 3ന്റെയും 10ന്റെയും ഇടയിൽ വരുന്ന സംഖ്യക്കാണ്. എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തിനുള്ളിൽ, കൃത്യമായ കണക്ക് പറഞ്ഞു, 10 കൊല്ലത്തിനുള്ളിൽ റോമിന് വിജയം കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞു. ഈ വിജയിക്കുന്ന സമയവും കൂടെ അള്ളാഹു പ്രഖ്യാപിച്ചു. ആ സമയം ഏതാണ്? അഞ്ചാമത്തെ അത്ഭുതം. ആ സമയം ഏതാ? വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാ. അള്ളാഹിന്റെ സഹായം കൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന ദിവസം. ആ ദിവസം മുഅ്മിനീങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കും. മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഏതാ? ഈ ആയത്ത് അവിടെ അവസാനിച്ചു, ആ ചർച്ച അവിടെ അവസാനിച്ചു. പക്ഷേ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം വിശുദ്ധ റമളാനിലെ 17ാമത്തെ ദിവസം വെള്ളിയാഴ്ച ബദർ യുദ്ധത്തിൽ നടന്ന വിജയമാണ്. അതാ മുഅ്മിനീങ്ങൾ സന്തോഷിച്ച ദിവസം. എന്നാൽ ചരിത്രമൊന്ന് വായിക്കുമ്പോൾ കാണാം, റോം വിജയിച്ചതും അതേ സമയമാണ്. റോം ചാവു തടാകത്തിന്റെ തീരത്ത് വെച്ച് പേർഷ്യയെ പരാജയപ്പെടുത്തിയത് റമളാനിലെ 17ാമത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസത്തിലായിരുന്നു. മുഅ്മിനീങ്ങൾ സന്തോഷിച്ചത് ബദർ യുദ്ധത്തിലാണ് എങ്കിൽ ആ ദിവസത്തിൽ ആ വിജയം കൊടുത്തു അവിടെ. ഇത് വിശുദ്ധ ഖുർആന്റെ അത്ഭുതകരമായ പ്രവചനമാണ്. ആ പ്രവചനങ്ങളെ നമ്മൾ മുന്നിൽ വെച്ച് കൊണ്ട് നാം ചിന്തിക്കേണ്ട പ്രധാനമായ കാര്യം, നാം നിലപാട് കൈക്കൊള്ളുക. നമ്മളോടൊപ്പം ആര് നിൽക്കും? വെറും വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് തെളിയിക്കാൻ തൻ്റെ ഇടമുള്ളവരോടൊപ്പം നാം നിൽക്കാൻ തയ്യാറാകണം. അവിടെ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല, അവിടെ നമ്മൾ കക്ഷികളാകാൻ പാടില്ല. നമുക്ക് പല രാഷ്ട്രീയ ചിന്താഗതികളും ഉണ്ടാകും. പക്ഷേ നാം ഇവിടെ ജീവിക്കണമോ വേണ്ടയോ, നാം ഇവിടെ നിലകൊള്ളണമോ വേണ്ടയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാം പറയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോവുകയാണ് ഇവിടെ. ഞാനിത് പ്രകോപനപരമായി പറയുന്നതല്ല. അനധിവിദൂര ഭാവിയിൽ നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ വരുമ്പോൾ അവർ വരുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചർച്ച. പക്ഷേ നമ്മൾ നിലകൊള്ളേണ്ട ഒരു നിലപാട്, ആരോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയും, അത് മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ വഴി തിരഞ്ഞെടുത്ത് ജീവിക്കുവാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم وأستعفي عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروا إنه تعالى ملك بر رؤوف رحيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാത്തിൻ്റെയും ഒടുവിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു പ്രധാനമായ പോയിൻ്റുണ്ട്. അതാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും വെച്ച് പുലർത്തേണ്ട ആശയം. അള്ളാഹു പറഞ്ഞു, യൻസുറു മൻ യശാഉ വഹുവൽ അസീസുർ റഹീം. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സഹായം ചെയ്തു കൊടുക്കും. അവൻ പ്രതാപശാലിയും കരുണാമയനുമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഅദല്ലാഹ്, ഇത് അള്ളാഹിന്റെ കരാറാണ്. ഈ കരാറ് അന്നത്തേക്കുള്ള കരാറല്ല. ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു. അള്ളാഹിന്റെ കരാർ അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. അള്ളാഹു അവന്റെ സഹായം നമുക്ക് ചെയ്തു തരാം, പക്ഷേ നാം നിലപാടുള്ളവരായിരിക്കണം എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ട് പറയുന്നു, അള്ളാഹു ആ കരാർ ലംഘിക്കുകയില്ല. പക്ഷേ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കും അത് അറിയില്ല. ആ അറിവില്ലായ്മയാണ് ഇന്നത്തെ ഈ ഖുത്ബയിൽ തിരുത്തിയിട്ടുള്ളത്. നാം നിലപാട് കൈക്കൊള്ളണം. നമ്മുടെ ഇബാദത്തുകളുടെ വിഷയത്തിൽ, ഹറാം ഹലാലുകളുടെ വിഷയത്തിൽ, ജീവിതത്തിന്റെ ചിട്ടകൾ ക്രമീകരിക്കുന്ന കാര്യത്തിൽ, അതേ പ്രകാരം രാഷ്ട്രീയപരമായി ഇന്ന് നാം നേരിടുന്ന വിഷയത്തിൽ നാം ഏത് നിലപാട് കൈക്കൊള്ളണം. ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകും.